ഹായ് കൂട്ടുകാരെ, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലും ബീഫും 1 കിലോ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇട്ട് വയ്ക്കുന്നത് നമ്മുടെ ചക്കക്കുരു. 1/2 കിലോ ചക്കക്കുരുവോളം ഉണ്ടാവും. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു സവാള വലുതെടുത്തിട്ടുണ്ട്, ഒരു ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ കറി മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം. നമുക്ക് ആദ്യം ഈ എല്ലും ബീഫും അല്പം ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉപ്പും വെള്ളമൊക്കെ പിന്നെ മഞ്ഞൾപ്പൊടി അതും കൂടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് കുക്കറിനകത്ത് ഒരു 12 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അന്നേരം വെന്തിട്ടുണ്ടാവും അത്. അതിനുശേഷം ഈ ചക്കക്കുരു ഉണ്ടല്ലോ, അത് 1 വിസിൽ വരുന്നവരെ അതിനകത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലും ബീഫും പിന്നെ പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കഷ്ണം തന്നത് വെന്തിട്ടുണ്ടായിരുന്നോ? അപ്പം നമ്മുടെ എല്ലും ബീഫും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ ചവര് കളയാറില്ല കേട്ടോ. ഇതിനകത്താണ് വിറ്റാമിനൊക്കെ ഉള്ളത്. വിറ്റാമിൻ അയ്യോ 10 അത് തന്നെ, അതൊക്കെ ഉണ്ട്. നമുക്കൊരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിനകത്ത് ചക്കക്കുരു ഇരുന്ന് വേവട്ടെ. അപ്പം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പില, സവാള, വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റാം. അങ്ങനെ ഇട്ട സവാളയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇട്ടൊന്ന് വഴറ്റാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി എന്തായെന്ന് നോക്കാം. തക്കാളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കറി മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ക്യാമറമാൻ ഇന്നും പെയിൻറ്റിങ്ങിലാണ്, അതുകൊണ്ടേ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മൊരിഞ്ഞ മണം വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും ബീഫും പിന്നെ ചക്കക്കുരും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൂട്ടാം.
ഇതെല്ലാം കൂടെ ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇരുന്നൊന്ന് എല്ലാ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. കറിയെല്ലാം നല്ലതുപോലെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതിന് ഉപ്പും എല്ലാം ഉണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അടിപൊളിയായിട്ടുള്ള അതല്ല, ടേസ്റ്റ് ചെയ്യാം എന്നിട്ട് മതി. അല്ലാതെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ മേളിൽ കൊണ്ട് നിർത്തിയിട്ട് ഒറ്റ ഇടല്, അത് വേണ്ട. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം അടിപൊളി എന്ന് പറയാൻ. സൂപ്പർ സൂപ്പർ കൊള്ളാവാ? ഓക്കെ. എന്താണ്? അപ്പം നമ്മുടെ എല്ലും ബീഫും ചക്കക്കുരു ഇട്ട നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് അടുത്ത കിടുക്കൻ ഐറ്റമായിട്ട് കാണുന്നവരെ നമുക്ക് നന്ദി, നമസ്കാരം. ഓക്കെ.